പ്രോബ്ലംസ് ആണ്. കമ്പ്യൂട്ട് ദ ഇൻഡിക്കേറ്റഡ് പ്രോഡക്റ്റ് ഇൻവോൾവിങ് ദി ഫോളോയിങ് പെർമ്യൂട്ടേഷൻസ് ഇൻ S6. അപ്പം പ്രോബ്ലംസ് സിഗ്മയും ടോയും നമുക്ക് രണ്ട് പെർമ്യൂട്ടേഷൻസ് തന്നിട്ടുണ്ട്. S6-ലുള്ളതാണ്, അതായത് 1 മുതൽ 6 വരെയുള്ള എലമെൻസിൻ്റെ പെർമ്യൂട്ടേഷൻസ് ആണ്. ഇപ്പോൾ ടോ സിഗ്മ എങ്ങനെ കണ്ടുപിടിക്കും? ടോയ് സിഗ്മ ഇതേ ഓർഡറിൽ ആദ്യം എഴുതുക. ആദ്യം ടോ പിന്നെ സിഗ്മ. ടോ സിഗ്മ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വലതുവശത്തുള്ള പെർമ്യൂട്ടേഷനിൽ 1ൻ്റെ താഴെ 3, ഇപ്പുറത്തത് വരുമ്പോൾ 3ൻ്റെ താഴെ 1. അപ്പോൾ 1ൻ്റെ താഴെ 1. ഇനി 2ൻ്റെ താഴെ 1, ഇപ്പുറത്ത് 1ൻ്റെ താഴെ 2, 3ൻ്റെ താഴെ 4, ഇപ്പുറത്ത് 4ൻ്റെ താഴെ 3, 4ൻ്റെ താഴെ 5, ഇപ്പുറത്ത് 5ൻ്റെ താഴെ 6, 5ൻ്റെ താഴെ 6, ഇപ്പുറത്ത് 6ൻ്റെ താഴെ 5, 6ൻ്റെ താഴെ 2, ഇപ്പുറത്ത് 2ൻ്റെ താഴെ 4. മ്യൂ സിഗ്മ സ്ക്വയർ, മ്യൂ എഴുതുന്നു, സിഗ്മ സ്ക്വയർ സിഗ്മ ഇൻറ്റു സിഗ്മ എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ അങ്ങേയറ്റത്ത് 1ൻ്റെ താഴെ 3, ഇപ്പുറത്ത് നടുക്ക് വരുമ്പോൾ 3ൻ്റെ താഴെ 4, ഇപ്പുറത്ത് 4ൻ്റെ താഴെ 3. ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. സിഗ്മ റേസ് ടു -2 ടോ എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ ഇൻവേഴ്സ് ഇൻറ്റു സിഗ്മ ഇൻവേഴ്സ് ഇൻറ്റു ടോ. സിഗ്മ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സിഗ്മ എടുക്കുക. സിഗ്മയിൽ 1ൻ്റെ താഴെ 2 ഉള്ള സിഗ്മയിൽ നോക്കിക്കേ, താഴത്തെ റോയിൽ 1ൻ്റെ ഇമേജ് എന്താ? മേലെ 2 ആണ്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. 1ൻ്റെ താഴെ 2 എഴുതുന്നു. ഇനി 2ൻ്റെ ഇമേജ് സിഗ്മ ഇൻവേഴ്സിനകത്തിൽ എങ്ങനെ എഴുതും? സിഗ്മയ്ക്കകത്ത് താഴത്തെ റോയിൽ 2 എവിടെ വന്നിരിക്കുന്നത്? അങ്ങേയറ്റം 2ൻ്റെ മേളിൽ 6 വന്നിരിക്കുന്നത്. അപ്പോൾ സിഗ്മ ഇൻവേഴ്സിനകത്ത് 2ൻ്റെ താഴെ 6 എഴുതുക. ഇനി പിന്നെ താഴത്തെ റോയിൽ 3ൻ്റെ നേരെ മേളിൽ വന്നിരിക്കുന്നത് 1 ആണ്. അപ്പോൾ അത് 3ൻ്റെ താഴെ 1 എഴുതുക. അങ്ങനെയാണ് ഓരോന്നും എഴുതുന്നത്. സിഗ്മ ഇൻവേഴ്സ് ഇൻറ്റു ടോ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പെർമ്യൂട്ടേഷൻ കിട്ടും. അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങോട്ട് വരണം. ഓക്കെ, അപ്പോൾ അത്രയാണ് പെർമ്യൂട്ടേഷൻസിൻ്റെ ചാപ്റ്റർ. അത്രയായിരുന്നു. പെർമ്യൂട്ടേഷൻസിൻ്റെ 3/4 പോർഷനേ എൻ്റെ വരുന്നുള്ളൂ. ബാക്കി അപർണ ടീച്ചറിൻ്റെയാണ്. ഇനി കൊസെറ്റ്സ് ആൻഡ് ദ തിയറം ഓഫ് ലഗ്രാഞ്ചി. എന്താണ് കൊസെറ്റ്സ് എന്ന് നോക്കാം. ലെറ്റ് H ബി എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് G വിച്ച് മേ ബി ഓഫ് ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ് ഓർഡർ. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയുടെ ഒരു സബ് ഗ്രൂപ്പാണ് നമുക്ക് H എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനൈറ്റ് ആകാം, ഇൻഫൈനൈറ്റ് ആകാം, എണ്ണം, എലമെൻസിൻ്റെ എണ്ണം. ഇനി ഇതിനകത്തുള്ള ഒരു പാർട്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുക. എങ്ങനെ ഇത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്? ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടിൽഡ L എന്നും ടിൽഡ R എന്നും ഇതിനെ ഡിനോട്ട് ചെയ്യുന്നു. തിയറം നോക്കാം. തിയറം 10.1. ലെറ്റ് H ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ക്യാപിറ്റൽ G. ലെറ്റ് ദി റിലേഷൻ ടിൽഡ L ബി ഡിഫൈൻഡ് ഓൺ G ബൈ A ടിൽഡ L ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ ഇതൊരു റിലേഷനാണ്. A റിലേറ്റഡ് ടു B. A റിലേറ്റഡ് ടു B എന്ന് വരുന്ന എപ്പോഴാണ്? A ഇൻവേഴ്സ് B Hനകത്തിലുണ്ടെങ്കിൽ A റിലേറ്റഡ് ടു B എന്ന് നമ്മൾ പറയും. ടിൽഡ R വരുന്നത് A റിലേറ്റഡ് ടു B ഇഫ് ആൻഡ് ഓൺലി ഇഫ് A B ഇൻവേഴ്സ് എന്ന് വരുമ്പോൾ Hനകത്ത് ഉണ്ടെങ്കിൽ A റിലേറ്റഡ് ടു B എന്ന് പറയും. A ടിൽഡ R വരുന്നത് A B ഇൻവേഴ്സ് വരുമ്പോഴും A ടിൽഡ L വരുന്നത് A ഇൻവേഴ്സ് B വരുമ്പോഴുമാണ്. ദെൻ ടിൽഡ L ആൻഡ് ടിൽഡ ആർ ബോത്ത് ഇക്വലൻസ് റിലേഷൻസ്. ഈ രണ്ടും ഇക്വലൻസ് റിലേഷൻസ് ആയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരെണ്ണത്തിൻ്റെ മാത്രമേ പ്രൂവ് ചെയ്യുന്നുള്ളൂ. മറ്റേത് സിമിലർലി നിങ്ങൾ ചെയ്താൽ മതി. ആദ്യം നമ്മൾ റിഫ്ലക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യും. റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആവണമല്ലോ. റിഫ്ലക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യും ടിൽഡ L. അപ്പോൾ A ഇൻവേഴ്സ് A എന്ന് പറയുന്നത്, H എന്ന് പറയുന്നത് എന്താ? സബ് ഗ്രൂപ്പ് ആണല്ലോ. അപ്പോൾ A ഇൻവേഴ്സ് A E ആണ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് Hനകത്തിലുണ്ട്. അപ്പോൾ അതെന്താണ്? റിഫ്ലക്സീവ് പ്രോപ്പർട്ടി അവിടെ ഉണ്ട്. A ടിൽഡ L A എന്ന് പറയുന്നത് A റിലേറ്റഡ് ടു A ആണ്. അടുത്ത സിമെട്രിക് A റിലേറ്റഡ് ടു B ആണ്. അപ്പോൾ A ഇൻവേഴ്സ് B Hനകത്തിലുണ്ട്. സിൻസ് H സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് A ഇൻവേഴ്സ് B ദ ഹോൾ ഇൻവേഴ്സും എവിടെ ഉണ്ട്? Hനകത്തിൽ ഉണ്ട്. കാരണം A റിലേറ്റഡ് ടു B എന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ A ഇൻവേഴ്സ് B Hനകത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും H വരും. കാരണം H സബ് ഗ്രൂപ്പാണ്. അപ്പോൾ A ഇൻവേഴ്സ് Bയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു വരും. B ഇൻവേഴ്സ് A ഇൻറ്റു A ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് അത് A ആണ്. സോ B ഇൻവേഴ്സ് A ഈസ് ഇൻ H. അതിൻ്റെ ഇൻവേഴ്സ് A ഇൻവേഴ്സ് Bയുടെ ഇൻവേഴ്സ് Hലുണ്ട്. അതായത് B ഇൻവേഴ്സ് എവിടെ ഉണ്ട്? Hലുണ്ട്. അപ്പോൾ B റിലേറ്റഡ് ടു A എന്ന് കിട്ടി. അടുത്തായിട്ട് ട്രാൻസിറ്റീവ് A റിലേറ്റഡ് ടു Bയും B റിലേറ്റഡ് ടു Cയും ആണെന്ന് എടുക്കുന്നു. അപ്പോൾ A ഇൻവേഴ്സ് B Hലുണ്ട്, B ഇൻവേഴ്സ് C ഉണ്ട്, Hലുണ്ട്. ഇനി H സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എവിടെ ഉണ്ടാവും? Hനകത്തിലുണ്ടാവും. അപ്പോൾ A റിലേറ്റഡ് ടു C എന്നായി. ഓക്കെ, ഡെഫിനിഷൻ. ലെറ്റ് H ബി എ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് G. ദ സബ്സെറ്റ് AH എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. A ഇൻറ്റു സ്മോൾ h ഓഫ് ക്യാപിറ്റൽ G ദ ലെഫ്റ്റ് കൊസെറ്റ് ഓഫ് H കണ്ടെയ്നിങ് A വൈൽ ദ സബ്സെറ്റ് H
എച്ച് ഇൻറ്റു എസ് എച്ച് അറ്റ് എച്ച് എലമെൻ്റ് ഓഫ് എച്ച് ഈസ് ദ റൈറ്റ് കോസെറ്റ് ഓഫ് എച്ച് കണ്ടെയ്നിങ് എ. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും. എക്സാമ്പിൾ, എക്സിബിറ്റ് ദ ലെഫ്റ്റ് കോസെറ്റ്സ് ആൻഡ് ദ റൈറ്റ് കോസെറ്റ്സ് ഓഫ് ദി സബ് ഗ്രൂപ്പ് 3z ഓഫ് ഇസഡ്. 3zൻ്റെ ലെഫ്റ്റ് കോസെറ്റ്സ് കണ്ടുപിടിക്കുക. ഇവിടുത്തെ ഇസഡിലെ ലെഫ്റ്റ് കോസെറ്റ്സ്. അപ്പോൾ നമ്മൾ 3zൻ്റെ ആദ്യം 0 + 3z എഴുതുന്നു. എ ഇൻറ്റു എച്ച് എന്നുള്ള ഇവിടെ അഡിഷനിൽ വരുമ്പം എ പ്ലസ് എച്ച് എന്നാണ് വരുന്നത്. ഇനി 0 + 3z എടുക്കുന്നു. അതാത്തത് 1 + 3z എടുക്കുന്നു. 2 + 3z എടുക്കുന്നു. ഇതെങ്ങനെ കിട്ടുന്നേ? 1 + 3z അറിയാമല്ലോ, എല്ലാത്തിൻ്റെയും കൂടെ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ 0 എന്നുള്ളത് മാറി 1 ആവും, 3 എന്ന് പറയുന്നത് 4 ആവും, 6 1 7 ആവും, അങ്ങനെ ആവും. 2 + 3z ചെയ്യുന്നു, അതെല്ലാം എഴുതുന്നു. ഇനി അടുത്ത് 3 + 3z. 3 + 3z എന്ന് പറഞ്ഞാൽ 3z തന്നെയാണ്. ഓക്കെ. ദ ഗ്രൂപ്പ് Z6 ഈസ് അബീലിയൻ. ഫൈൻഡ് ദി പാർട്ടീഷൻ ഓഫ് Z6 ഇൻറ്റു കോസെറ്റ്സ് ഓഫ് ദി സബ് ഗ്രൂപ്പ് H ഈസ് ഈക്വൽ ടു 0 3. നമുക്ക് Z6ൻ്റെ കോസെറ്റ്സ് കണ്ടുപിടിക്കണം. H ഈസ് ഈക്വൽ ടു 0 3യുടെ കോസെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം അത് തന്നെയാണ്, 0 3 തന്നെയാണ്. മറ്റ് കോസെറ്റുകൾ ഏതൊക്കെയാണ്? Z6ലുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്ത് നോക്കാം. 1 + 0 3, അതായത് 1 4. അടുത്ത 2 + 0 3 2 5. അടുത്തത് 3 + 0 3 എന്ന് പറയുന്നത് 3 6. ഇത് തന്നെ 3 6 എന്ന് പറഞ്ഞാൽ 3 0 എന്ന് തന്നെ വരും. 4 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 4ഉം 1ഉം വരും. 5 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 5ഉം 2ഉം വരും. ഓക്കെ. അപ്പം ഇത്ര അത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള 0 3 1 4 2 5 എടുത്തപ്പോൾ തന്നെ നമുക്ക് എല്ലാം കിട്ടി. അപ്പോൾ ഇനി വേറെ കൊസറ്റുകൾ നോക്കണ്ട. നമുക്ക് കൊസറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കൊസറ്റുകളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മൊത്തം സെറ്റും കിട്ടും. ഇതിനകത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിങ് ആയിരുന്നെങ്കിൽ നമുക്ക് എല്ലാം കിട്ടത്തില്ല. ഇവിടെ നോക്കിക്കേ, 1 മുതൽ 1 2 3 4 5 0 മൊത്തം എലമെൻറ്റ്സ് ഈ 3 കൊസറ്റിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളൂ. അതേപോലെ നേരത്തെ 3zൻ്റെ നോക്കിയപ്പോഴും നിങ്ങൾ കണ്ടില്ലേ, 3z 1 + 3z 2 + 3z ഇതെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് z മുഴുവനും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ കോസെറ്റ്സ്.